TJ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ യേശുക്കുട്ടന് 4 മാസം പ്രായം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു നൈറ്റ് സ്റ്റേക്ക് പോയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഒരു 25-30 മിനിറ്റ്സ് ദൂരമുള്ള ഒരു യാത്രയായിരുന്നു. ടിൻസിയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ആരെയും കൂസാത്ത മട്ടത്തിൽ ഭയങ്കര കോൺഫിഡൻസിൽ പോകുന്ന പോക്കുണ്ടോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ലെയിനിലാണ് ഇന്ന് ഞങ്ങൾ നൈറ്റ് സ്റ്റേ ഔട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു അടിപൊളി നൈറ്റ് സ്റ്റേ ഔട്ട് സ്ഥലമാണ്. അപ്പോൾ അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴിയാണിത്. ഏകദേശം ഒരു നമ്മുടെ നാട്ടിലൊക്കെ ചെല്ലുന്ന ഒരു ഫീലുണ്ട് ഈ വഴി കൂടെയൊക്കെ പോകുമ്പം. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ പോയി ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിയുമ്പോൾ ഒരു ഓഫ് റോഡിങ് സെറ്റപ്പാണ്. പോയി അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇവിടെ ഏകദേശം കുറേ ഗ്ലാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഗ്ലാമ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്ന് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. ഇവിടെ അത്യാവശ്യം ഞാൻ വന്നപ്പോൾ തന്നെ യേശുക്കുട്ടനാണെങ്കിൽ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ കുറച്ച് നേരം അവിടുത്തെ ബെഡിൽ കിടന്നു. വെളിയിലോട്ട് നോക്കി കഴിയുമ്പോൾ നല്ല രസമല്ലേ. വെളിയിലാണെങ്കിൽ നേരെ വെളിയിലോട്ട് നോക്കുമ്പോൾ തന്നെ ബുഷും കാര്യങ്ങളൊക്കെ. അതായത് ഇതൊക്കെയാണ് ഗ്ലാമ്പിങ് സെറ്റപ്പ്. ഒത്തിരി ഗ്ലാമ്പിംഗ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹട്ടുകളുണ്ട്, കുറേ ഇത് വുഡൻ ഹട്ടുകളുണ്ട്. അപ്പം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് യേശുക്കുട്ടൻ എണീറ്റ് തേണ്ട ഞങ്ങൾ നേരെ താഴോട്ട് പോകാം കേട്ടോ. യേശുക്കുട്ടൻ കണ്ടോ കുഞ്ഞായിരുന്നപ്പോഴുള്ള സമയത്തെ ലുക്ക്. അങ്ങനെ ഇവിടെ അത്യാവശ്യം പാർട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ ലേക്ക് സൈഡിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വോക്ക് പോകാൻ പറ്റും. നല്ല രസമാണ് ലേക്ക് സൈഡിലോട്ട് വോക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളത് പ്ലാൻ ചെയ്ത് നൈസായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുക്കുട്ടനെ ആണെങ്കിൽ ടെൻസി കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. ടെൻസി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനും കൈമാറ്റം. അങ്ങനെ ഞങ്ങൾ താഴോട്ടിങ്ങനെ നടന്ന് ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഇറക്കമൊക്കെ ഇറങ്ങി താഴോട്ട് പോകണം നമ്മൾ ലേക്ക് സൈഡിലോട്ട് ചെല്ലാനായിട്ട്. ലേക്ക് സൈഡ് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലേക്കിൻ്റെ കണ്ടോ ഒരു സൈഡൊക്കെ നല്ല ഭയങ്കര രസമുണ്ട്. ഈ ലേക്കിൻ്റെ നേരെ അപ്പുറത്തായിട്ടോ സ്ലെയിൻ്റെ വിസ്കി ഫാക്ടറി ഇരിക്കുന്നത്. അതായത് സ്ലെയിൻ വിസ്കി ഫാക്ടറിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ നടന്നൊക്കെ വന്ന് കഴിഞ്ഞ് ക്ഷീണിച്ച് തിരിച്ച് റൂമിലെത്തി. ഞാനും യേശുക്കുട്ടനോട് ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് യേശുക്കുട്ടൻ്റെ കസേരയിലൊക്കെ ഇരുത്തി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.